മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സ്നേഹത്തിൻ്റെ വലിയ ഒരു വിരുന്നൊരുക്കി ഈ പ്രഭാതത്തിൽ നമ്മെ കാത്തിരിക്കുന്ന ദൈവത്തിന് നമുക്ക് സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കാം. ഈ പ്രപഞ്ചവും അതിലെ സകല ചരാചരങ്ങളും ദൈവം നമുക്കായിട്ടൊരുക്കിയ വിരുന്നാണ്. വിരുന്ന് നമുക്കെപ്പോഴും സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. ഈ പ്രപഞ്ചത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളെയെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും നമ്മുടെ ഹൃദയത്തിനും സന്തോഷം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ഈ വലിയ കാരുണ്യത്തെ ഓർത്ത്, ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന ഈ പ്രപഞ്ചമാകുന്ന വലിയ വിരുന്നിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ വിരുന്നിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രത്യേകം നമുക്ക് അപേക്ഷിക്കാം. ഈ വിരുന്ന് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആസ്വദിക്കുന്നതിന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ നമ്മൾ പങ്കുചേരുമ്പോൾ പ്രത്യേകമായിട്ട് ഭിന്നശേഷിക്കാരായിട്ടുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കുകയും അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവരും നമ്മെപ്പോലെ ഉള്ള ആളുകളാണ്. എന്നാൽ അവർ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ചില കുറവുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് വ്യത്യാസം. അവരെല്ലാവരെയും നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ അവരുടെ ജീവിതത്തിലുണ്ടായി അവരും നമ്മളെപ്പോലെ ജീവിക്കുന്നതിനും വളരുന്നതിനും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് അവരെ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നതിനായിട്ട് നമുക്കൊരുങ്ങാം. ഈ പ്രഭാതത്തിൽ വചനത്തിലൂടെ ദൈവത്തിന് എന്താണ് നമ്മോട് പറയാനായിട്ടുള്ളത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവത്തിൻ്റെ വചനമാണ് മനുഷ്യരിലെ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ സൃഷ്ടിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം എത്ര കഠിനമായ പ്രതലങ്ങളിലേക്കും തുളച്ചു കയറുന്നതിന് ശക്തിയുള്ളതാണ്. ആ ബോധ്യത്തോടുകൂടി ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നതിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. വചനം ശരിയായ വിധത്തിൽ ഗ്രഹിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാ
ആകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് നമുക്ക് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായിട്ട് അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാത്ത ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായി തീരുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്നേഹസമ്പന്നവും സമാധാനപൂർണവും സമ്പന്നവുമായ ഒരു ലോകമാണ് ആ സ്ത്രീ വിഭാവനം ചെയ്തിരുന്നത്. പക്ഷെ പുറത്തേക്ക് നോക്കിയാൽ അവർക്ക് കാണാൻ സാധിച്ചത് അക്രമവും അനീതിയും ദുഃഖവും ദാരിദ്ര്യവും പട്ടിണിയുമൊക്കെയാണ് കാണാൻ സാധിച്ചിരുന്നത്. പത്രമാധ്യമങ്ങളിലൂടെയെല്ലാം ഇങ്ങനെയുള്ള വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടും ഇരുന്നത്. ഇത് ആ സ്ത്രീയുടെ ഉറക്കം കെടുത്തി, അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു, അവരുടെ മാനസിക ആരോഗ്യം മോശമായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഷോപ്പിങ്ങിന് പോകുവാനായിട്ട് അവർ തീരുമാനിച്ചത്. അവർ ഷോപ്പിങ്ങിന് പോയത് ഒരു മാളിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പുതിയ സ്റ്റോർ തുറന്നിരിക്കുന്നതായിട്ട് അവർക്ക് കാണാനായിട്ട് ഇടയായി. അവരവിടെ ചെന്നപ്പോൾ അതിൽ ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യൻ്റെ മുഖം വളരെ പരിചയമുള്ളതായിട്ട് അവർക്ക് തോന്നി. അത് യേശുക്രിസ്തുവാണെന്ന് അവർക്ക് തോന്നി. അവർ ചോദിച്ചു, അങ്ങ് യേശുക്രിസ്തുവാണോ എന്ന്. അപ്പോൾ മറുപടി പറഞ്ഞു, അതെ, ഞാൻ യേശുക്രിസ്തുവാണ്. ഈ സ്റ്റോറിൻ്റെ ജോലിക്കാരനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ജോലിക്കാരനല്ല, ഈ സ്റ്റോറിൻ്റെ ഉടമസ്ഥനാണ് എന്ന്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ സ്റ്റോറിൽ കയറി ആവശ്യമുള്ളതൊക്കെ നോക്കി എന്താണെന്ന് കാണുക, എന്നിട്ട് അതിൻ്റെ ലിസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് തന്നാൽ ഞാനത് നിങ്ങൾക്ക് തന്നുകൊള്ളാം എന്ന്. ഈ സ്ത്രീ ഈ സ്റ്റോറിലൂടെ നോക്കിക്കണ്ട് നടന്നപ്പോൾ അവിടെ സമാധാനപൂർണമായ ഒരു ലോകത്തെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നു. സമ്പൽ സമൃദ്ധിയുണ്ട്, സമാധാനമുണ്ട്, എല്ലായിടത്തും ഐശ്വര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ കടയിൽ നിന്നും കിട്ടുന്നത് എന്നാണ് അവിടെ കാണാനായിട്ട് അവർക്ക് സാധിച്ചത്. അവർ ആവശ്യമുള്ളതിൻ്റെ എല്ലാം ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വീണ്ടും കൗണ്ടറിൽ വന്നു. കൗണ്ടറിൽ വന്നപ്പോൾ ഈ മനുഷ്യൻ സന്തോഷത്തോടെ സ്വീകരിച്ചു, അവരുടെ ലിസ്റ്റ് നോക്കി. അതിനുശേഷം കൗണ്ടറിൽ നിന്നും ഏതാനും ചില പാക്കറ്റുകൾ എടുത്ത് ഇവരുടെ കയ്യിൽ കൊടുത്തു. ഇത് കണ്ടപ്പോൾ ഈ സ്ത്രീ ചോദിച്ചു, എന്താണ്
ഈ പാക്കറ്റുകളിൽ ഉള്ളത് എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെട്ട, നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനങ്ങളുടെ എല്ലാം വിത്തുകളാണ് ഈ പാക്കറ്റിൽ ഉള്ളത് എന്ന്. അത് കേട്ടപ്പോൾ ആ സ്ത്രീക്ക് ദേഷ്യമായി. അവർ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ വിത്തുകളല്ല വേണ്ടത്, അവയുടെ ഫലങ്ങളാണ് എനിക്ക് വേണ്ടത് എന്ന് ഈ സ്ത്രീ പറയുകയുണ്ടായി. വിശദീകരണം എന്ന പോലെ യേശു അവരോട് പറഞ്ഞു, ഇത് സ്വപ്നങ്ങളുടെ ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവയൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ അവയുടെ വിത്തുകളാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ആ വിത്തുകൾ കൊണ്ടുപോയി പാകി കിളിർപ്പിച്ച് വളവും ജലവുമൊക്കെ നൽകി അത് വളർത്തി എടുക്കേണ്ടിയിരിക്കുന്നു എന്ന്. അതിൽ തൃപ്തയാകാതെ ആ സ്ത്രീ ദേഷ്യപ്പെട്ട് ആ വിത്തുകൾ വാങ്ങാതെ അവിടെ നിന്നും പോവുകയാണ് ചെയ്തത്. ഈ കഥ വിവരിക്കുന്നത് സ്പിരിച്വൽ ലിറ്ററസി എന്ന പുസ്തകത്തിൽ ഫെഡറിക് ബ്രൂസും മേരി ആൻ ബ്രൂസും കൂടി ചേർന്നാണ്. അതിനകത്ത് അവർ പറഞ്ഞു വെക്കുന്നത്, ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമുള്ളതിൻ്റെ എല്ലാം വിത്തുകൾ ദൈവം നമുക്ക് തരുന്നുണ്ട്. നമ്മൾ അവ വാങ്ങി ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും സ്വീകരിച്ച് പാകി നട്ടു വളർത്തി അവയുടെ ഫലം അനുഭവിക്കുന്നതിനായിട്ട് നമ്മൾ തയ്യാറാകണം എന്നാണ്. ദൈവപുത്രനായ യേശു ഈ ലോകത്തിലേക്ക് വന്നത് ഒത്തിരി സ്വപ്നങ്ങളുമായിട്ടായിരുന്നു. ഈ ലോകം മുഴുവനും സമാധാനമുണ്ടാകാൻ വേണ്ടി, ഈ ലോകത്തിന് മുഴുവനും സ്നേഹവും ശാന്തിയും കളിയാടാൻ വേണ്ടി, ദാരിദ്ര്യവും ഇല്ലായ്മയുമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി, എല്ലാവരും സ്നേഹത്തിലും സാഹോദര്യത്തിലും വളർന്നു വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒക്കെയാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അടിപിടിയും കലഹവുമില്ലാത്ത ഒരു ലോകം, ഉച്ചനീചത്വങ്ങൾ ഇല്ലാത്ത ഒരു ലോകം, ഉള്ളവൻ ഇല്ലാത്തവനെ സഹായിച്ചു കൊണ്ടുപോകുന്ന ഒരു ലോകം, പരസ്പരം ക്ഷമിച്ചും സ്നേഹിച്ചും ആളുകൾ ജീവിക്കുന്ന ഒരു ലോകം. അങ്ങനെ സുന്ദരമായ ഒരു ലോകത്തെ സ്വപ്നം കണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നമുക്ക് തന്നുകൊണ്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. തൻ്റെ സ്വപ്നങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവെച്ചു. പ്രത്യേകിച്ച് തന്നെ അനുഗമിച്ചവർക്ക്, തൻ്റെ ശിഷ്യരായിട്ട് തീർന്നവർക്ക് ഈ സ്വപ്നത്തിൻ്റെ വിത്തുകളൊക്കെ നൽകി അത് പാകി കിളിർപ്പിച്ച് ഈ ലോകത്തിൽ വളർത്തിക്കൊണ്ട് വരണം എന്ന ഒരു ദൗത്യവും അവരെ ഏൽപ്പിച്ചു. യേശുവിലുള്ള വിശ്വാസമുള്ളവർക്ക് ഈ വിത്തുകൾ വളർത്തി ഈ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ട് പോകുന്നതിനുള്ള അനുഗ്രഹവും കൃപയും അവിടുന്ന് നൽകുകയും ചെയ്തു. ഈ കഥയിൽ പറയാൻ വിട്ടുപോയ അല്ലെങ്കിൽ പറയാത്ത ഒരു കാര്യമുണ്ട്. അതിതാണ്, നന്മപൂർണമായ ഒരു ലോകം സൃഷ്ടിക്കുന്നതിനുള്ള സ്വപ്നങ്ങൾ മാത്രമല്ല യേശുക്രിസ്തു നമുക്ക് നൽകിയത്, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള അനുഗ്രഹവും ശക്തിയും അവിടുന്ന് നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുവേണ്ടി അവിടുത്തോട് നാം ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത്, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുകയുണ്ടായി, ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല എന്ന്. അതായത് യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ നന്മ പുറപ്പെടുവിക്കുന്നതിനായിട്ട്, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനായിട്ട്
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കും എന്നാണ് ഈശോ നമ്മെ ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് യേശുവിൻ്റെ സ്വപ്നങ്ങൾ പൂവണിയിക്കുന്ന ആളുകളായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കട്ടെ. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന വിത്തുകൾ അത് പാകി കിളിർപ്പിച്ച് ജലവും വളവും നൽകി വളർത്തിക്കൊണ്ട് വരുന്നതിനായിട്ട്, അങ്ങനെ യേശു വിഭാവനം ചെയ്ത ഒരു ലോകം സൃഷ്ടിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള അനുഗ്രഹം നമുക്ക് പ്രത്യേകം ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം ഇന്ന ദിവസം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം എല്ലാ നിമിഷങ്ങളിലും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസേപ്പ് കാവലായി എപ്പോഴും നമുക്ക് സമീപം ഉണ്ടായിരിക്കട്ടെ. കാവൽ മാലാഖമാർ കാവലായി തീർന്നുകൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും നമ്മെ കാത്ത് പരിപാലിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നേർവഴിയിലൂടെ നമ്മെ നയിക്കുകയും ചെയ്യട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും പ്രത്യേകം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ധ്യാന കേന്ദ്രത്തിലൂടെയും ഈ ചാനലിലൂടെയും ദൈവത്തിൻ്റെ രാജ്യം വളരുന്നതിനും ദൈവത്തിൻ്റെ മഹത്വം കൂടുതൽ വർദ്ധിക്കുന്നതിനും ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സാധിക്കുന്ന എല്ലാവരും മരിയൻ കൂടാരങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ സഹോദരീ സഹോദരങ്ങളോട് ചേർന്ന് ഒരു കൊന്തയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. സ്വീകരിക്കുന്നതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ പ്രഭാതത്തിൽ ഈ വിരുന്നിൽ എന്നോടൊപ്പം പങ്കുചേർന്ന എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുകയാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെയും ഗുഡ്നസ് ടിവിയുടെയും പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു. ഒരു അനുഗ്രഹ സമ്പന്നമായ ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.